ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് പറഞ്ഞത് അതൊരു നാടകമാണ് യു ഡി എഫിന്റെ എന്നുള്ളതാണ്. അതായത് പാലക്കാട്ട് ഏറെക്കുറെ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞ പെട്ടി നാടകം ആവർത്തിച്ചു എന്നുള്ളതാണോ? ഈ പെട്ടിയുടെ പുറം കണ്ടാൽ അതിലെന്താണുള്ളത് എന്ന് അറിയാൻ കഴിയുന്ന സാങ്കേതികവിദ്യ പോലീസിനുണ്ടോ എന്ന് ഡോക്ടർ ജിൻഡോ ജോൺ ചോദിക്കുന്നു. നീലപ്പെട്ടി തപ്പിയാണോ കേരളത്തിന്റെ പോലീസ് പോയത് എന്നുള്ളതാണ് ആ ചോദ്യമെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന് നിങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? രണ്ടാമത്തേത്, ഇതിപ്പോ നോക്കൂ, മറ്റുള്ളവർക്ക് അത് വളരെ സ്വാഭാവികമായ പരിശോധന എന്ന നിലയ്ക്ക് കാണാം, മറ്റുള്ളവർക്ക് അത് വളരെ സാങ്കേതികമായ പരിശോധന എന്ന നിലയ്ക്ക് കാണാം. പക്ഷേ ഒരു ഘട്ടത്തിൽ, അതായത് തൊട്ടു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ, താൻ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുപ്പിൽ ഇതേ അനുഭവം ഉണ്ടായ ഒരാൾക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്, അതങ്ങനെ വളരെ സ്വാഭാവികവും സാങ്കേതികവുമായി കാണേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് മുൻകാല അനുഭവങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നൊരു അത് ട്രിഗർ ചെയ്യപ്പെടുമല്ലോ, ആ നിലയ്ക്കുള്ള പ്രതികരണമാണെങ്കിലോ? മധു, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഭൂമിയിൽ ഇടപെടുന്ന മനുഷ്യരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാലോ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയിലുള്ള പരിശോധനകളാണ് നാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ ദിവസങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ആദ്യമായി വാഹന പരിശോധനയിൽ പെടുന്ന ആളുകളല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും. ഈ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, അതിൽ മന്ത്രിമാർ മുതൽ ജനപ്രതിനിധി മുതൽ സാധാരണ മനുഷ്യരുൾപ്പെടെ സർവത്ര ആളുകളുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്ന നില ഇതിനോടകം തന്നെ പല ദിവസങ്ങളിലും നടന്നിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട വിവിധ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല ഘട്ടത്തിലായി അവരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്ന നിലയുണ്ടായി. അതൊരു സ്വാഭാവികമായി നിയമപരമായിട്ടുള്ളൊരു പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് അതിനോട് സഹകരിക്കുകയാണ് അവർ ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. കേരളത്തിലെ മന്ത്രിമാരുടെ വാഹനങ്ങൾ, ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളുടെ വാഹനങ്ങളൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയ. അതിനോട് ഈ കൂട്ടർ കാണിച്ചിട്ടുള്ള അങ്ങേയറ്റം അസഹിഷ്ണുതാപരമായിട്ടുള്ള, അങ്ങേയറ്റം മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ ഇവർ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നിലയിലല്ല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുള്ള ജനപ്രതിനിധികളുടെ പെരുമാറ്റം ഇങ്ങനെയാകരുത് എന്നുള്ളതിനെ സംബന്ധിച്ച് മാധുവിനും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഇന്നലെ അവർ നടത്തിയിട്ടുള്ള വളരെ കൃത്യമായ ഷോ ഓഫ്, അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഇന്ന് വലിയൊരു സമയം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ, ഇപ്പം ഞങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഒരു നാടകമാണോ ബോധപൂർവമാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പരാജയം തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്നതിന് വേണ്ടിയും പൊതുസമൂഹത്തിൽ മതതീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശി, ഇത് കുഴപ്പമില്ല, കൂട്ടത്തിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടി കഴിയുന്ന ആളുകളാണ്, ഇവർക്ക് പഴയ തീവ്രവാദ സ്വഭാവമൊന്നുമില്ല, ഇവരെ ആകെ ഞങ്ങൾ നന്നാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വിതരണം വി.ഡി. സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരായിട്ടുള്ള കെ.സി. വേണുഗോപാൽ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഉൾപ്പെടെ കൈക്കൂലിക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ വിധത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനും അതിശക്തമായിട്ടുള്ള പ്രചരണവും തെരഞ്ഞെടുപ്പ് രംഗത്ത് നല്ല നിലയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാം വിധമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളെ ആകെ വഴിമാറ്റുക, സ്വാഭാവികമായും അവർ ഉദ്ദേശിച്ച നിലയിലാണല്ലോ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭൂമികയിൽ മാതൃഭൂമി പോലെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ അവരുടെ പ്രൈം ടൈം ഈ പറഞ്ഞ പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ചയിലേക്ക് പോയി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ രൂപപ്പെട്ടു വന്നത്. അപ്പൊ ആ നിലയിൽ തെരഞ്ഞെടുപ്പ് ഇതേപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് ഒരു രാത്രി മുഴുവൻ, ഞാൻ അന്ന് അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ ദിവസമാണ്, രാത്രി മുഴുവൻ നീണ്ട നാടകീയതകളും രാവിലെ മുഴുവനും നീണ്ട പ്രശ്നങ്ങളും പി എം ആർഷൊക്കെ അവിടെ അന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നില്ല രാത്രിയൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട് ആ സീനുകളെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ഒരു തനിയാവർത്തനം
അതിന്റെ ആവർത്തനം എന്ന നിലയ്ക്ക് കാണുമ്പോഴാണ് ഇത് തുടർച്ചയായ അനീതി എന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിപ്പോ KPCC പ്രസിഡന്റിനോ PC വിശ്വനാഥിനോ K രാധാകൃഷ്ണനോ മറ്റുള്ളവർക്ക് ആർക്കും അത് തോന്നണം എന്നില്ല. അത് വളരെ വ്യക്തിപരമായി നേരിടേണ്ടി വന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇത് തുടരുന്ന അനീതിയാണല്ലോ എന്ന നിലയ്ക്ക് പ്രതിഷേധിക്കാം. പക്ഷേ പറഞ്ഞ ഒരു വാക്കിനെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് പ്രതിനിധിയോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പാരിതോഷികം കൊടുക്കുക, അതൊക്കെ മറ്റൊന്ന് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധികളോടോ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരോട് ചോദിക്കാം. പക്ഷേ ആ രീതിയിൽ തുടർച്ചയായ അനീതി ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ? ഇതിപ്പോ പെട്ടി പാലക്കാട്, പെട്ടി നിലമ്പൂര്, എന്തിനാണ് കോൺഗ്രസ് നേതാക്കളുടെ പിന്നാലെ പെട്ടിയും തപ്പി നടക്കുന്നത് പോലീസ് എന്നൊരു ചോദ്യമല്ലേ? എന്റെ മാധു, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടോ ഷാഫി പറമ്പിലോ നിലമ്പൂരിലേക്ക് കള്ളപ്പണം എത്തിച്ചു എന്ന് ഈ പറഞ്ഞവർക്ക് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഈ സെർച്ച് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാരും പറഞ്ഞതായി നമ്മുടെ മുൻപിലേക്ക് അറിവില്ല. വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരെ ആക്ഷേപിക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ഇവർ ആ കള്ളപ്പണത്തിന്റെ ഏജന്റുമാരാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ആരും നിന്നിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഞാനത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അങ്ങനെ നടന്നൊരു സ്വാഭാവിക പ്രക്രിയ കാണുന്ന ഘട്ടത്തിലെ അത് ഞങ്ങളെയാണ് എന്ന് പറഞ്ഞ് പൂരപ്പറമ്പിലെ ഈ പറഞ്ഞ കള്ളന്റെ മാതിരി ഇടപെടേണ്ടുന്ന പെരുമാറേണ്ടുന്ന സ്ഥിതി ഇല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ സ്വാഭാവികമായി വളരെ ജനാധിപത്യപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടി പരിശോധിക്കുകയും പെട്ടി എടുത്ത് പുറത്തു വെക്കുകയും ചെയ്യുന്നത് അതിനുള്ളിൽ കള്ളപ്പണം ഉണ്ടോ എന്നത് പരിശോധിക്കാൻ തന്നെയാണല്ലോ. അതിനാണല്ലോ പ്രത്യേക സ്ക്വാഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമാകുന്നത്. എന്നിട്ട് ഈ പെട്ടി തുറക്കാതിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു കോൺഗ്രസ്സുകാർ. അപ്പൊ അതിനുള്ളിൽ കള്ളപ്പണം ഉണ്ടോ എന്ന് ഇവർക്ക് അറിയണ്ടേ? അന്വേഷിക്കാൻ വന്നത് മറ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തന്നെയാണല്ലോ. അപ്പൊ അത് അന്വേഷിക്കണ്ടേ, അത് പൂർത്തീകരിക്കണ്ടേ? അതോ നട്ടപ്പാതിരാക്കി മുഖത്ത് ടോർച്ച് അടിച്ച് നോക്കി നിങ്ങളാണല്ലേ, ഞങ്ങൾ പരിശോധിക്കാനുണ്ട് എന്ന നിലയ്ക്ക് ഉള്ള ഒരു പെരുവഴിയിൽ ഇറക്കി നിർത്തൽ നാടകം മാത്രമായിരുന്നോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതായത് മാധു, അവരുടെ പെട്ടി പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നടന്ന പരിശോധനയുടെ മുഴുവൻ വിശദാംശങ്ങളും നമ്മുടെ കയ്യിലില്ല, എൻ്റെ കയ്യിലില്ല. എന്തായാലും സ്വാഭാവികമായി നടക്കുന്ന അത് ഞാൻ പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നിലനിൽക്കുന്ന നിയമത്തിനകത്ത് ഭേദഗതി വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്കാർക്കും ആ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശത്തെ അവരെ കണ്ടു കഴിഞ്ഞാൽ പരിശോധിക്കരുത് എന്ന നിലയിലേക്ക് ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് മറ്റു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്താ പറയാ, സ്കോഡിനെ കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നം. അപ്പൊ ആ നിലയിൽ ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാകും എന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. അത് ശരി.